എന്താ നോക്കുന്നേ? ഞങ്ങൾ എല്ലാരും എവിടെയാ പോകുന്നല്ലേ പറഞ്ഞുതരാം. ഹലോ മൈ ഗൈസ്, വെൽക്കം ടു ധന്യ സ്റ്റോറീസ്. നമുക്കൊന്ന് മുത്തപ്പനെ കണ്ടിട്ട് വന്നാലോ? അപ്പൊ എങ്ങോട്ടേക്കാ? ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ചർച്ചക്കടവില് ഞങ്ങൾ തീരുമാനിച്ചു എങ്ങനെ ഓസിക്ക് പറശ്ശിനിക്കടവ് വരെ പോവാന്ന്. അതാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഞങ്ങള് വെൽ പ്ലാൻഡ് ആയിട്ടായിരുന്നേ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മളെ പ്രിയദർശിനി ചതിച്ചു. അങ്ങനെ ഞങ്ങള് ഓസി എന്ന സ്വപ്നം മാറ്റിവെച്ച് ലിമിറ്റഡ് ബസ്സിലങ്ങ് കയറി. ലിമിറ്റഡ് ബസ് ആണെങ്കിൽ ഒടുക്കത്തെ സ്പീഡായിരുന്നേ. ഈ ചേട്ടനായിരുന്നു ഡ്രൈവർ. ഞങ്ങൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. എന്താന്നല്ലേ, ബസ് ചെറുതായി മുന്നിലത്തെ കാറിലൊന്ന് ഇടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിലത്തെ കാർ ബ്രേക്ക് പിടിച്ചേ. അപ്പൊ നമ്മൾ ബസ് ബ്രേക്ക് പിടിച്ചു. സ്വാഭാവികമായി സ്പീഡിൽ വരുന്നതുകൊണ്ട് തന്നെ ബ്രേക്ക് പിടിച്ച സ്ഥലത്ത് നിർത്താൻ പറ്റിയില്ല. അതുകൊണ്ട് മുന്നിലത്തെ വണ്ടിനെ ചെറുതായി ഒന്ന് തട്ടി. പിന്നെ കുറെ നേരം ബഹളായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ നാട്ടുകാരിലെ ഇടപെട്ട് ബസ്സിനെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ പറശ്ശിനിക്കടവിലും എത്തി. നമ്മൾ പോകുന്ന വഴി കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയായിരുന്നു ഇത്. എന്ത് വെറൈറ്റീസ് ഓഫ് വളയാന്നറിയാവോ? ഇടുന്നാണെങ്കിൽ പോവാനേ തോന്നില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ കുറെ ചെക്കന്മാരെ ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. കുറെ ആൾക്കാരെ ഞാൻ വീഡിയോയിൽ പിടിച്ചു കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തരാം. ഇതാണ് ശ്രേയസി, ഡാൻസർ ആണ്. പിന്നെ ഇരുനിത്യ, സിമ്പിൾ ആണ്, അതുപോലെ തന്നെ മോഡേണും ആണ്. പിന്നെ ഇവള് അനക, പ്രത്യേകിച്ച് കൈവൊന്നുമില്ലെന്ന്. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങള് അകത്തേറി തൊഴുതു കേട്ടോ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ കഴിക്കാൻ പോയി. മുത്തപ്പനെ പ്രസാദമില്ലേ, അത് തന്നെ, അത് കഴിക്കാൻ പോയി. കുറച്ചേരം നമ്മൾ ആടുന്ന് തിരിഞ്ഞളിച്ചു. പിന്നെ നേരെ ചോറ് കഴിക്കാൻ പോയിട്ടോ. ചോറ് കഴിക്കാനാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. കുറെ നേരം കാത്തിരുന്ന് അവസാനം ഞങ്ങൾക്കും കിട്ടിയ ചോറ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് മറുമായത്തിലെ ഉണ്ണിച്ചേട്ടനെ കാണുന്നത്. പിന്നെ ചേട്ടനോട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. പോകുന്ന വഴിക്കണ്ട കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. സ്റ്റാൻഡിൽ എത്തിയപാട് ഞങ്ങൾക്ക് പിന്നെ വിശന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. വീണ്ടും നമ്മൾ രാവിലെ കഴിച്ച സെയിം കടയുണ്ടല്ലോ, ആ കടയിൽ നിന്ന് പിന്നെയും കടി വാങ്ങി കഴിച്ച്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാരും ബൈ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പൊ നാളത്തെ വീഡിയോ കാണാവേ.